അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സഫർ മാസത്തിലെ അവസാന സമയത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചക്ക് എന്താണ് പ്രത്യേകത? ആ ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. പണ്ട് മുതൽക്ക് തന്നെ നമ്മുടെ മുൻഗാമികള് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച വളരെയധികം ഭയത്തോടെ പേടിയോടെയാണ് കണ്ടിരുന്നത്. ആ ദിവസം ഇസ്തിഗ്ഫാർ ചൊല്ലിയും ദിക്റുകൾ ചൊല്ലിയും ഖുർആൻ ഓതിയും ദുആകൾ നടത്തിയുമാണ് ആ ദിവസത്തിൽ സംഭവിക്കുന്ന ആഫാത്ത് മുസീബത്തുകളിൽ നിന്ന് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തത്. വർഷത്തിൽ ഒരു ദിവസം ഭൂമി ലോകത്തേക്ക് അള്ളാഹുവിന്റെ അദാബ്, പരീക്ഷണങ്ങള്, ആഫത്തുകള്, മുസീബത്തുകൾ ഇറങ്ങുമെന്നുള്ളൊരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. മഹാനായ അല്ലാമ ധീറബിത്തങ്ങളും അതുപോലെ തന്നെ നിഹായത്തു സൈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ആ മുസീബത്തുകൾ സംഭവിക്കാൻ പോകുന്നത് അത് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് എന്നാണ് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ അല്ലാമ ധീറബിത്തങ്ങൾ തന്റെ മദ്ഹൂബാത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ബഅ്ദുൽ ആരിഫീന മിൻ അഹ്ലിൽ കശ്ഫ് വത്തംകീൻ, കശ്ഫിന്റെയും തംകീനിന്റെയും ചില ആരിഫീങ്ങള് പറഞ്ഞു, അന്നഹു യൻസിലു ഫീ കുല്ലി സനത്തിൻ 300,000 ബലിയത്തിൻ വ20,000 മിനൽ ബലിയാത്ത്. വർഷത്തിൽ ഒരു പ്രാവശ്യം 3,20,000 ബലാഅുകള്, മുസീബത്തുകള് ഭൂമി ലോകത്തേക്ക് ഇറങ്ങും. വകുല്ലു ദാലിക ഫീ യൗമിൽ അർബഇൽ അഖീർ മിൻ സഫർ, അത് സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച, അവസാനത്തെ ബുധനാഴ്ചയാണ് അത് സംഭവിക്കാൻ പോകുന്നത്. ഫയകൂനു ദാലികൽ യൗമ അസ്അബു അയ്യാമിസ് സന, ആ വർഷത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായി ആ ദിവസം മാറും. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, ആഫത്തുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, ഇടങ്ങേറുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, ബലാകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, വൈറസുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണത് സംഭവിക്കാൻ പോകുന്നത്. ആ ദിവസം പരമാവധി ദിക്റുകൾ ചൊല്ലിയും ദുആകൾ നടത്തിയും ഖുർആൻ ഓതിയും ഇസ്തിഗ്ഫാർ നടത്തിയും റബ്ബിനോട് നാം ഖേദിച്ചു മടങ്ങുക, റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. മഹാനായ അല്ലാമ ധീറബിത്തങ്ങൾ തന്റെ മുജറബാത്തിൽ ഒരു ദുആ നമ്മെ പഠിപ്പിക്കുന്നു. ആ ദുആ ചെയ്താൽ ആ വർഷം സംഭവിക്കുന്ന, ആ ദിവസം സംഭവിക്കുന്ന എല്ലാവിധ ആഫാത്ത് മുസീബത്തുകളിൽ നിന്നുള്ള അവനിക്ക് പ്രത്യേകമായ ഹിഫ്ദ് നൽകും, സംരക്ഷണം നൽകും, അവനിക്ക് കാവൽ നൽകും. യദാന ദുആ, അല്ലാഹുമ്മ യാ ശദീദൽ ഖുവാ വയാ ശദീദൽ മിഹാൽ യാ അസീസ് യാ അസീസ് യാ അസീസ് വല്ലത് ബിഅളമതിക ജമീഉ ഖൽഖിക ഫക്ഫിനി ശർറ ഖൽഖിക യാ മുഹ്സിനു യാ മുജ്മിലു യാ മുൻഇമു യാ മുഫ്ളിലു യാ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين وصلى الله على سيدنا محمد وآله الطيبين الطاهرين. ഈ ദുആ പല രൂപത്തിലും വന്നിട്ടുണ്ട്. ഇത് 10 പ്രാവശ്യം സഫർ മാസം മുഴുവനും പറഞ്ഞാൽ, ചൊല്ലിയാൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, ആഫത്തുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, ഇടങ്ങേറുകളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു അവർക്ക് പ്രത്യേകമായ ഹിഫ്ദ് നൽകും എന്നാണ് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖുൽ ബൂനിത്തങ്ങള് നമ്മെ മറ്റൊരു ദുആ പഠിപ്പിക്കുന്നു. ശൈഖുൽ ബൂനിത്തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു ഫീ കിതാബിൽ ഫിർദൗസ്, ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യൻസിലു
ബലാഉൻ ഫീ ആഖിരി അർബിഅ മിൻ സഫർ. സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയിൽ അല്ലാഹു ബലാഉകൾ ഇറക്കും. ബൈന സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾക്ക് ഇടയിൽ. ഫയഖുദുൽ മുഅക്കിലു ബിഹി, ഏൽപ്പിക്കപ്പെട്ട മലക്ക് മുഖേനയാണ് ആ ബലാഉകൾ അല്ലാഹു ഇറക്കുന്നത്. ആ ഏൽപ്പിക്കപ്പെട്ട പ്രത്യേകമായ മലക്ക് വയുസല്ലിമുഹു ഇലാ ഖുത്ബിൽ ഗൗസ്, അക്കാലഘട്ടത്തിലെ കുത്തുബിനെയാണ് ആ ബലാഉകളെ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത്. ഫയഫർജിഖുഹു അലൽ ആലമി, അത് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഭാഗങ്ങളിൽ ആ ബലാഉകളെ ആ കുത്തുബ് കൊണ്ടുപോയി എത്തിക്കും, അവിടെ വിതരും. ഫമാ ഹസല മിൻ മൗത്ത്, ചില സ്ഥലങ്ങളിൽ അത് മരണമായി മാറും. ഔ ബലായിൽ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അത് ബലാകളായി മാറും. ഔ ഹമ്മിൻ, അല്ലെങ്കിൽ അത് വലിയ ഒരു വിഷമമായി മാറും. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഇത് മരണമായും ബലാകളായും രോഗങ്ങളായും മുസീബത്തുകളായും വിഷമങ്ങളായും മാറും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ അശീഖുൽ ബൂനിത്തങ്ങൾ ഒരു ദുആ നമ്മെ പഠിപ്പിക്കുന്നു. സഫറിൽ അവസാനത്തെ ബുധനാഴ്ച ചൊല്ലേണ്ട പ്രത്യേകമായ ഒരു ദുആ. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅസ്മാഇകൽ ഹുസ്നാ وبكلماتك التامات وبحرمة نبيك محمد صلى الله عليه وسلم أن تحفظني وأن تعافيني من بلائك يا دافع البلايا يا مفرج الهم ويا كاشف الغم اكشف عني ما كتب علي في هذه السنة من هم أو غم إنك على كل شيء قدير وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما. അപ്പൊ ഈ ദുആയാണ് ഷെയ്ഖ് ബൂനിത്തങ്ങൾ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞത് മഹാനായ അല്ലാമ ദൈറബി തങ്ങൾ തന്റെ മുജറബാത്തിൽ പറഞ്ഞ ദുആ. ഇങ്ങനെ ഒരുപാട് ദുആകൾ നമുക്ക് കാണാം. കഴിയുന്ന ആളുകളൊക്കെയും ഈ ദുആകളൊക്കെയും ആ ദിവസം ചെയ്യുക. മുജറബാത്തു ദൈറബി എന്ന് പറഞ്ഞാൽ ആ മുജറബാത്തിൽ പറയുന്നതൊക്കെയും പരീക്ഷിച്ച് വിജയം കണ്ട കാര്യങ്ങളാണ്. മഹാനവരുകൾക്ക് അത് പരീക്ഷിച്ചതിൽ വിജയം റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് മുജറബാത്തിൽ മഹാനായ അല്ലാമ ദൈറബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, 3,20,000 മുസീബത്തുകൾ ഇറങ്ങുന്ന ഒരു ദിവസമാണ് സഫർ മാസത്തെ അവസാനത്തെ ബുധനാഴ്ച. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാക്കട്ടെ. നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യമക്കൾ, സന്താനങ്ങൾ, വേണ്ടപ്പെട്ടവര്, ഉസ്താദന്മാര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവര്, എല്ലാ ആളുകളും ഈ വലിയ മുസീബത്തിൽ നിന്ന്, ഈ വലിയ പരീക്ഷണത്തിൽ നിന്ന്, അദാബിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഫറിലെ അവസാനത്തെ ബുധനാഴ്ച പരമാവധി ദിക്റുകൾ ചൊല്ലിയും ഇസ്തിഗ്ഫാർ നടത്തിയും ഖുർആൻ ഓതിയും യാസീൻ ഓതിയും ഈ പറഞ്ഞ ദുആകൾ നടത്തിയും ആ ദിവസം ധന്യമാക്കുക. റബ്ബിനോട് ഖേദിച്ച് നാം തൗബ ചെയ്ത് മടങ്ങുക. വർഷത്തിൽ വരുന്ന എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, ആഫത്തുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്ന് റബ്ബിനോട് നാം കാവലി ചോദിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.